ഈ അടുത്ത ദിവസം കാസർഗോഡ് വെച്ച് അനാൻ ഷായുടെ ഒരു ഗാനമേള നടക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ കുറഞ്ഞ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ധാരാളമായ ആളുകൾ വരികയും അത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പോലീസ് ഇടപെടുകയും നിർത്തിവെപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് വാർത്തക്ക് പ്രാധാന്യം ലഭിക്കാൻ കാരണം. കാസർഗോഡ് പോലെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ധാരാളം മുസ്ലിങ്ങളുണ്ട്, സാമ്പത്തിക ശേഷിയുള്ളവരും അക്കൂട്ടത്തിലുണ്ട്. പൊതുവെ മുസ്ലിം സ്ത്രീകൾ അകത്തളങ്ങളിൽ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ചാക്കിൽ കെട്ടി ഈ ആളുകളാണ്, വളരെ പ്രയാസത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് വിമർശകർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് ഈ മുസ്ലിങ്ങളുടെ ഈ വസ്ത്രധാരണം കൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. ഈ വസ്ത്രം ആരും അവരെ നിർബന്ധിച്ച് ഇടിപ്പിക്കുന്നതല്ല. സ്ത്രീകൾ മിക്കവാറും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇതുപോലെ പെട്ടെന്ന് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എടുത്തിട്ട് ഓടാനുള്ള സൗകര്യത്തിന് വേണ്ടിയാവാം ഇത് ധരിക്കുന്നത് നല്ല ഒരു വിഭാഗം. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് കർശനമായ വിലക്കുണ്ട്. ബഹുഭൂരിപക്ഷം മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും മുസ്ലിയാക്കന്മാരുമൊക്കെ അതിന് വളരെ ഭൂതക്കണ്ണാടി വെച്ച് അത് നോക്കാറുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ പള്ളിയിൽ പോയാൽ ആ സ്ത്രീയുടെ മയ്യത്ത് ജനാസ നമസ്കാരത്തിനോ മരിച്ചാൽ പോകാതിരിക്കുന്നതിനോ ഒക്കെ അവരുടെ സംഘടന പ്രത്യേകം നിർദ്ദേശം നൽകുന്നുമുണ്ട്. എന്നാൽ അതൊഴിച്ചുള്ള ഏത് സ്ഥലത്തേക്കും, അത് പാട്ടിനായാലും കൂത്തിനായാലും ആട്ടത്തിനായാലും കൂൾബാറിലായാലും ഹൈലൈറ്റ് മാളുകളിലായാലും സിനിമാ തിയേറ്ററുകളിലായാലും എവിടെ നമ്മൾ നോക്കിയാലും പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളെ കാണാൻ കഴിയും. എല്ലായിടത്തും അവരുണ്ട്. എന്നാൽ ഭക്തിയുടെ കേന്ദ്രങ്ങളിലും അവർ ധാരാളമായി പങ്കെടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും ഇവർ ധരിക്കുന്നത് ഈ പർദ്ദയാണ്. പർദ്ദയാവട്ടെ കറുത്ത പർദ്ദ മാത്രമേ അവർ ധരിക്കൂ. പർദ്ദ കറുത്തതാകണം എന്ന് എവിടെ നിന്നോ ഇവർക്കൊരു തെളിവ് ലഭിച്ചതുപോലെ കാണുന്നുണ്ട്. മറ്റൊരു കളറിലുള്ള പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. അതേപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികളൊക്കെ തട്ടമിട്ട് മത്ത കുത്തി തല മറച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. വീട്ടിൽ നിന്ന് വളരെ അച്ചടക്കത്തോടെ ദീനിയായ മാതാപിതാക്കൾ എൻ്റെ കുട്ടി വളരെ ദീനിയായ രീതിയിലാണ് പോകുന്നത് എന്ന ധാരണയിലാണ് ഇരിക്കുന്നതെങ്കിലും പെൺകുട്ടികൾ ഈ വേഷത്തിൽ തന്നെ ബസ് സ്റ്റോപ്പിലും ബസ്സിലും ക്ലാസ് റൂമുകളിലും ഹൈലൈറ്റ് മാളുകളിലും കൂൾ ബാറുകളിലും തിയേറ്ററുകളിലുമെല്ലാം ഇവരുണ്ട്. ഇവരുടെ സാന്നിധ്യമുണ്ട്. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വാസ്തവത്തിൽ പല രക്ഷിതാക്കൾക്ക് പോലും അറിയുകയില്ല. ഈ അടുത്ത് ഒരു കോളേജിലേക്ക് ഒരു വനിതാ കോളേജിലേക്ക് ചാനലുകാർ ചെന്നു. അപ്പോഴവിടെ ആ ചാനലുകാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് മുഴുവൻ തട്ടം ധരിച്ച മുസ്ലിം വിദ്യാർത്ഥികളാണ്. അവരോട് ചാനലുകാർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചാനലുകാർ പോലും ഞെട്ടിപ്പോകുന്ന വിധം അവർ ഇസ്ലാമിനെ പരസ്യമായി വിമർശിക്കുകയാണ്. ഇസ്ലാമിൽ രക്ഷിതാക്കൾ വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതി, അതുപോലെ എല്ലാ കാര്യങ്ങളും, ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഒരു കുട്ടി ചെയ്യുന്നത്. ആ കുട്ടിയും തല മറച്ചിട്ടുണ്ട്. എന്നാൽ ആ കുട്ടിയുടെ പിന്നിൽ ഇതുപോലെ തലമറച്ച ധാരാളം പെൺകുട്ടികളുണ്ട്. ഈ പെൺകുട്ടിക്ക് വലിയ പ്രോത്സാഹനവും കയ്യടിയുമാണ് അവരിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ തട്ടം ഇട്ട കുട്ടികളുടെ മതത്തിൽ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അവരുടെ രക്ഷിതാക്കൾക്കും ഈ ചാനലിൽ കണ്ട മുസ്ലിങ്ങൾക്കുമെല്ലാം വായിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ അടുത്ത് പള്ളുരുത്തിയിൽ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ തട്ടമിട്ട് പഠിക്കാൻ പോയിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്നൊരു ദിവസം അവിടെ മുഖമൊഴിച്ച് മറ്റെല്ലാ ഭാഗവും മറച്ച സഭാവസ്ത്രം ധരിച്ച ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു ദിവസം ഇത് കണ്ടിട്ട് ഭയമാവുകയും മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഭയമാണെന്ന് പറയുകയും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും
ആ പെൺകുട്ടിയെ അവിടെ ഈ വേഷത്തിൽ പഠിക്കാൻ അനുവദിക്കുകയില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആ രക്ഷിതാവ് ആ കുട്ടിയെ അവിടെ നിന്ന് മറ്റു സ്കൂളിലേക്ക് മാറ്റേണ്ട ഒരവസ്ഥയുണ്ടായി. ഈ വിഷയത്തിൽ മുസ്ലിം സമുദായം വല്ലാതെ വേവലാതിപ്പെട്ടിരുന്നു, വിഷമിച്ചിരുന്നു. ഒരു തട്ടമിട്ടതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിയാതെ ആകുന്നു, മതേതര രാജ്യമല്ലേ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ കുട്ടി ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്, അത് അനുവദിക്കാത്തതിനുള്ള പരസ്യമായ പ്രതിഷേധമാണ് നടന്നതെങ്കിലും ഈ തട്ടമിട്ട് പോകുന്ന കുട്ടികളുടെയൊക്കെ മതപരമായ വീക്ഷണം എന്താണ് എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഈ കോളേജിൽ ചാനലുകാർ ചെന്നപ്പോൾ നടത്തിയ അവരുടെ പ്രകടനത്തിൽ നിന്ന് മനസ്സിലായത്. മുസ്ലിം സമുദായം എവിടേക്കാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്കൊരു ലക്ഷ്യവുമില്ല. അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, വീട്ടിൽ കാര്യമായ ജോലിയൊന്നുമില്ല. അപ്പോൾ കുറേ വിവാഹത്തിന് പോകുന്നു, അത് കഴിഞ്ഞ് ഇതേപോലെയുള്ള പരിപാടികൾക്ക് സമയം ചെലവഴിക്കുവാൻ അവർ മറ്റൊരു മാർഗവും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ഈ തല മറക്കുന്നതും മറക്കാത്തവരും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കാണുമ്പോൾ, ഒരു മതം വിട്ട സ്ത്രീ, നേരത്തെ യുക്തിവാദികളുടെ കൂടെയൊക്കെ ആയിരുന്നു ആ സ്ത്രീ ഉണ്ടായിരുന്നത്, പേര് സഫീന ബീവി. അവർ ഇസ്ലാമിക വേഷം ധരിക്കുന്നവരല്ല, അവർ തട്ടം ധരിക്കുന്നില്ല, മതപരമായ വേഷം അവർക്കില്ല. എങ്കിലും അവർ ഈയിടെയായി ചാനലുകൾ, അവരുടെ പേര് സഫീന ബീവി, അവർ ഈയിടെ ചാനലുകളിൽ വന്ന് സംസാരിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്ന മതം വിട്ടവരുടെയും യുക്തിവാദികളുമൊക്കെ ഇസ്ലാമിനെയും പ്രവാചകനെയും വിമർശിക്കുന്നതിനെ, ഈ സുന്നത്ത് നടത്തുന്നതിനെയൊക്കെ വിമർശിക്കുന്നവർക്ക് ശക്തമായ മറുപടി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് ഈ വേഷത്തിൽ തന്നെ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ, നമ്മുടെ ഭാര്യമാർ, സ്ത്രീകളൊക്കെ പർദ്ദ അണിഞ്ഞു അല്ലെങ്കിൽ തട്ടം ധരിച്ചു എന്നതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഇസ്ലാമിക ആശയം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ കരുതാൻ കഴിയും? തട്ടം ഇടാത്തവർ, പർദ്ദ അണിയാത്ത ആളുകൾക്കും ഒരുപക്ഷെ ദൈവവിശ്വാസം ഉണ്ട് എന്നാണ് സഫീന ബീവി നമുക്ക് കാണിച്ചു തരുന്നത്. മുസ്ലിം സമുദായത്തെ ആളുകൾ പറയുന്നിടത്തല്ല അവർ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ഭൂതത്തെ കുടത്തിൽ നിന്ന് പുറത്ത് കടത്തിയതുപോലെ അത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു മൗലവിയും ഒരു മുസ്ലിയാരും ഒരു കമ്മിറ്റിയും വിചാരിച്ചതുകൊണ്ട് തിരിച്ച് അത് കുടത്തിലേക്ക് കൊണ്ടുവരിക സാധ്യമല്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ഇനി അതിനെ വിമർശിച്ചതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് തന്നെ വേണം കരുതാൻ. അത് ഇങ്ങനെ പോകുന്ന കുട്ടികൾ പിന്നീട് അത്യാവശ്യം മയക്കുമരുന്ന് വിവാഹം കഴിക്കാൻ തയ്യാറില്ല. ഒരു കുട്ടിയോട് ചാനലുകാരൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത്, കല്യാണം കഴിക്കാൻ എൻ്റെ രക്ഷിതാക്കൾ അനുവദിക്കുന്നില്ല, എന്നാൽ വിവാഹത്തിന് ശേഷം പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് PG എടുക്കണം, PG എടുക്കുന്ന ആ വിവാഹത്തിന് പോയാൽ കുട്ടിയെ കിട്ടും, PG കിട്ടുകയില്ല എന്നാണ്. എന്തുമാത്രം കരഘോഷമാണ് മറ്റു കുട്ടികൾ നടത്തുന്നത്! ഇത് വലിയ ഒരു അത്ഭുതമായി തന്നെ കാണണം. ഈ അവസ്ഥയിൽ മുസ്ലിം കുട്ടികളൊക്കെ വന്നിട്ട് അധിക കാലമായില്ലെങ്കിലും വന്നതിന് ശേഷം ഈ 3G 4G ഒക്കെ വന്നതുപോലെ അതിവേഗതയിലാണ് സമുദായത്തിലെ സ്ത്രീ വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ മതനേതാക്കൾ കാണാത്തത് കൊണ്ടല്ല, അവർ ആവും വിധം പഴയതിലേക്ക് ഇവർ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെ ശക്തമായി പിന്നോക്കം അവർ വലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അത് ചെവിക്കൊള്ളുന്നില്ല എന്നതാണ് വസ്തുത.